നമസ്കാരം. ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം. സംസ്ഥാന സർക്കാർ 7 ലക്ഷം രൂപ കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ അറിയിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചത്. അർജുന്റെ കുടുംബത്തിന് പുറമെ വയനാട് ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്നും മന്ത്രിസഭാ തീരുമാനമായി മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നിലവിൽ ലഭിച്ച അന്വേഷണ റിപ്പോർട്ട് സമഗ്രമല്ല, അതിനാൽ തന്നെ സർക്കാർ ഇതിനെ ഗൗരവമായി കാണുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പൂരം കലക്കൽ അട്ടിമറി ആസൂത്രിതമാണെന്നും മുഖ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള അട്ടിമറിയാണ് നടന്നത്, ഇത് ആസൂത്രിതമാണ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. പൂരം കലക്കൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടത്തിയതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയെ അന്വേഷണം ഏൽപ്പിച്ചു. ഗൂഢാലോചന വെങ്കിടേഷ് അന്വേഷിക്കും. പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമാണ് ഇത്രയും നാളുള്ള ചരിത്രത്തിൽ പൂരം നിർത്തിയതെന്നും പൂരത്തിന്റെ കെട്ടുകാഴ്ചകൾ ഒതുക്കിയതെന്നും എന്നാൽ പൂരം കലക്കലിൽ പുതിയ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്തും ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുമോ എന്നതാണ് പ്രധാനം. എന്നാൽ അതിനെക്കുറിച്ച് അദ്ദേഹം മൗനമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉടൻ നടപടിയെന്നു മാത്രമാണ് പറഞ്ഞത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് അജിത് കുമാറിനെ മാറ്റുമെന്ന പ്രതീക്ഷയിലായിരുന്നു CPI. അന്വേഷണം ഉണ്ടാകുമെന്ന് ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ അജിത് കുമാറിനെ നിലവിലെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പകരം അജിത് കുമാറിനെ ക്രമസമാധാന പരിപാലനത്തിൽ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിന്മേലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകും. ആരോപണം വന്നതുകൊണ്ട് മാത്രം ഒരാളെ തൽസ്ഥാനത്തു നിന്ന് നീക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.